ഇളം ചൂടുള്ള വെള്ളമാണ്. ഏകദേശം ഒരു അര കപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റീൽ കപ്പിൽ അര കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1 ടീസ്പൂണ് ഞാൻ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. കൊടുക്കാം. വെള്ളത്തിന് അധികം ചൂട് പാടില്ല. ഇതിൽ നമുക്ക് ഒരു അര ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 2 to 3 minutes നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും ഇത് നല്ലപോലെ ഫ്രോത്തി ആയിട്ട് വന്നോളും. അപ്പോൾ കണ്ടില്ലേ, ഇത് നല്ലപോലെ ഫ്രോത്തി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, കുറച്ച് ബബിൾസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഇത് റെഡിയായി. ഇനി നമുക്കിതിൽ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അര കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. മൊത്തം ഒരു 1.5 കപ്പാണ് വേണ്ടിയത്. പക്ഷേ ഇപ്പം ഞാനൊരു അര കപ്പ് അതിനകത്ത് മാറ്റി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ബാക്കി നമുക്ക് 1 കപ്പ് മൈദ പിന്നീടത്തേക്ക് മാറ്റി വെക്കാം. ഇവിടെ അര കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടെ സമയത്തേക്ക് മാറ്റി വെച്ചേക്കാം. ഒരു 2-3 മിനിറ്റ് മതി. അങ്ങനെ 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ ഒരു അര ടീസ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള 1 കപ്പ് മൈദ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അവിടെ നടുക്കായിട്ട് ചെറിയൊരു കുഴിയും ഉണ്ടാക്കി അതിലോട്ട് ആണ് നമുക്ക് ഇനി ആ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത്രയും സമയം കൊണ്ട് തന്നെ ആ ഒരു ബാറ്റർ നല്ലപോലെ ഒന്ന് പതിഞ്ഞ് വന്നിട്ടുണ്ട്. കുറേശ്ശെ ആയിട്ടാണ് ഒഴിച്ചു കൊടുത്തത്, ഇളക്കി കൊടുക്കാനായിട്ട്, കട്ടയൊന്നും പിടിക്കാതെ ഇളക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ നമുക്ക് കുഴച്ചെടുക്കാം. ഇനി ഒത്തിരി വെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ വളരെ കുറച്ച് ചേർത്താൽ മതി. അങ്ങനെ നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത് ഒരു 5 to 10 minutes കുഴച്ചാൽ മതി കേട്ടോ. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത്ര കുഴച്ചാൽ മതി. നല്ലപോലെ സോഫ്റ്റായി വന്നോളൂ. അങ്ങനെ നമ്മൾ കുഴച്ചെടുത്തിട്ട് ഇതിങ്ങനെ മാറ്റി വെച്ചേക്കാം. ആ പാത്രം ഒന്ന് എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ആ മൈദ ആ കുഴച്ച് വച്ചിരിക്കുന്നത് നമുക്ക് ഇതിനകത്തോട്ട് വച്ചേക്കാം. പിന്നെ ആ കുഴച്ച് വെച്ചത് വെക്കുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുവാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഉണങ്ങി വരികയില്ല മേൽഭാഗം. അപ്പോൾ അങ്ങനെ മടക്കി ഒന്ന് പാത്രത്തിൽ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് മൂടി മാറ്റി വെക്കാം. കുറച്ചെണ്ണ മേളിലോട്ടും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അധികം ഉണങ്ങിയില്ല. കറക്റ്റ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഇത് കണ്ടില്ലേ, നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ എന്തുമാത്രം പൊങ്ങി വന്നിട്ടുണ്ട്, നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഇത് കാലാവസ്ഥ അനുസരിച്ച് പൊങ്ങുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ തണുപ്പാണെങ്കിൽ കുറച്ചുകൂടെ സമയത്തേക്ക് വെച്ചേക്കാം, ചൂടാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ പൊങ്ങി വന്നോളൂ. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക, അധികം നേരമൊന്നും കുഴക്കേണ്ട. അങ്ങനെ ആ മൈദ കുഴച്ച് വെച്ചിരിക്കുന്നത് ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇനി ആക്കാൻ പോവുകയാണ്. നീളത്തിൽ ഇങ്ങനെ ഉരുട്ടി എടുക്കുകയാണ്. ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് ഏകദേശം ഒരു 9 ഉരുളകൾ നമുക്ക് കിട്ടും. പിന്നെ ഇതിൽ ഈസ്റ്റിൻ്റെ മണമേ വരികയില്ല. നമ്മൾ ചിലപ്പോഴൊക്കെ കുബൂസ് കഴിക്കുമ്പോൾ ഒത്തിരി ഈസ്റ്റിൻ്റെയൊക്കെ മണം നമുക്ക് വരികയില്ലേ, അതൊന്നുമില്ല. നമുക്ക് ആ കറക്റ്റ് ക്വാണ്ടിറ്റിയിലെടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റിയായ ഒരു കുബൂസ് നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ ഇനി ഞാനത് ഈക്വൽ പാർട്ടായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഏകദേശം ഒരു ഈക്വലായിട്ട് ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുവാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് കഴിഞ്ഞ് നമുക്കിത് ഉരുളകളായിട്ട് മാറ്റി വെക്കാം. ഓരോ ഉരുളകളും നമ്മൾക്കിങ്ങനെ അകത്തോട്ട് ഫോൾഡ് ചെയ്തിട്ട് ഉണ്ടാക്കി വെക്കാം. അങ്ങനെ ഓരോന്നും ചെയ്ത് ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇപ്പോൾ 9 എണ്ണം നമുക്ക് ഇതിൽ കിട്ടും. ഇത് വലിയ ഉരുളകളാണ്. കുറച്ച് നേരം ഒരു അരമണിക്കൂർ കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലപോലെ പൊങ്ങിയും വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അപ്പോൾ 9 എണ്ണം കിട്ടും. ഒത്തിരി വലിയതാട്ടോ. അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾക്ക് ചെറുതാക്കിയിട്ടും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ടിത് പരത്തിയെടുക്കാം.
കുറച്ച് മൈദാപ്പൊടി കൂടെ എടുത്തിട്ടുണ്ട് അടി പിടിക്കാതിരിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ പരത്തിയെടുക്കുവാണേ. ഇത് ഇച്ചിരി കട്ടിക്ക് പരത്താവുന്നതാണ്. ഞാൻ ഇച്ചിരി തിന്നാക്കിയിട്ടാണ് പരത്തിയെടുത്തത്. കുബൂസ് കുറച്ച് കട്ടിക്കാണല്ലോ ഇരിക്കുന്നത്, അപ്പോൾ കുറച്ചുകൂടെ കട്ടിക്ക് നമുക്ക് പരത്തിയെടുക്കാം. പിന്നെ ഇത് ഞാൻ സ്റ്റൗവിലോട്ട് ഇട്ടിട്ടുണ്ട്. ഒരു സൈഡ് കുറച്ച് നേരമായി കഴിയുമ്പോഴത്തേക്ക് അടുത്ത സൈഡ് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ. പക്ഷേ അവസാനം വരുമ്പോഴത്തേക്ക് നമുക്ക് ആ സ്പൂണ് വെച്ച് നമുക്കിങ്ങനെ മേലൊന്നിങ്ങനെ തടവി കൊടുത്തിട്ട് അതിങ്ങനെ പതുക്കെ ഇങ്ങനെ പൊങ്ങി വന്നോളൂ. അപ്പോൾ അവസാനം ആ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മളുടെ കുബൂസൊക്കെ നല്ലപോലെ പൊങ്ങി വന്നോളൂ. അങ്ങനെ ഓരോന്ന് നമുക്ക് പരത്തിയെടുത്ത് ചുട്ടെടുക്കാം. നല്ല ഒരു ടേസ്റ്റുള്ള കുബൂസായിരുന്നു. ഈസ്റ്റിൻ്റെ പ്രത്യേകിച്ച് പറയുക, ഈസ്റ്റിൻ്റെ അധികം മണമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റും ആയിരുന്നു, കഴിക്കാനൊക്കെ നല്ല രുചിയായിരുന്നു. അങ്ങനെ നമ്മുടെ ഇതെല്ലാം ഉണ്ടാക്കി തയ്യാറായിട്ടുണ്ട്.